തീർന്നില്ല. എന്നിട്ടല്ല പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. എല്ലാവരും നമ്മിലേക്ക് മടങ്ങി വരുന്നതാ. ആദം നബി മുതൽ ഈ കാലം വരെ ലോകം പറപ്പിച്ച വില്ലാളി വീരന്മാര് മടങ്ങിപ്പോയവരാ. ഹിറ്റ്ലർ മടങ്ങിപ്പോയി, മുസോളിനി മടങ്ങിപ്പോയി, അലക്സാണ്ടർ മടങ്ങിപ്പോയി, ലോകം വിറപ്പിച്ച പലരും മടങ്ങിപ്പോയി. ആരാണ് ഇവിടെ മടങ്ങിപ്പോകാത്തത്? ബുക്നസർ മടങ്ങിപ്പോയി, നമ്രൂദ് മടങ്ങിപ്പോയി, അതേ റംസീസ് രണ്ടാമൻ മടങ്ങിപ്പോയി, റബ്ബിലേക്ക് തിരിച്ചുപോയി. ഇന്ന ഇലൈനാ ഇയാബഹും. നമ്മിലേക്ക് എല്ലാവരും തിരിച്ചു വരുന്നതാ, മടങ്ങി വരുന്നതാ. ഏതേ 150 വയസ്സ് വരെ എനിക്ക് ജീവിക്കണമെന്ന താല്പര്യത്തോടുകൂടി, സർവ്വസന്നാഹങ്ങളോടുകൂടി, സൗകര്യങ്ങളോടുകൂടി, സുരക്ഷാ സംവിധാനത്തോടുകൂടി ജീവിച്ചിരുന്ന മൈക്കിൾ ജാക്സൺ 56 വയസ്സാകുമ്പോ തിരിച്ചുപോയി, മടങ്ങിപ്പോയി. ജോൺ എഫ് കെന്നഡി തിരിച്ചുപോയി. എല്ലാവരും നാട് ഭരിച്ചവരെവിടെ? കൊലകൊമ്പന്മാരെവിടെ? ലോകം ഭരിച്ചവരെവിടെ? ബ്രൂസ്ലി എവിടെ? പലരും എവിടെ? ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ആയിരുന്ന പലരും എവിടെ? ചേരിചേരാരാട്ടത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന പലരും എവിടെ? മടങ്ങിപ്പോയി. എല്ലാവരോടും കൃത്യമായി നാം കണക്ക് ചോദിക്കുന്നതോ, വിചാരണ ചെയ്യുന്നതോ. ആരെയും വെറുതെ പടച്ചതല്ല, ആർക്കും ഒന്നും വെറുതെ തന്നതല്ല, ബുദ്ധി വെറുതെ തന്നതല്ല, ആരോഗ്യം വെറുതെ തന്നതല്ല, കണ്ണിന് കാഴ്ച വെറുതെ തന്നതല്ല, കേൾവിശക്തി വെറുതെ തന്നതല്ല, സംസാരശേഷി വെറുതെ തന്നതല്ല. ഇതൊന്നും വെറുതെയല്ല. ഇത്ര സുന്ദരമായ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവനെ വെറുതെ അങ്ങ് വിട്ടേക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? വിചാരിക്കണ്ടോ. ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിക്കടി ആഴ്ചയിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നില്ലേ? മുഹമ്മദുർ റസൂലുള്ളാഹ് എല്ലാ ആഴ്ചയും ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെ. നിങ്ങൾ ആരെങ്കിലും ഇവരെ ചിന്തിച്ചു എന്താ ഈ ആയത്ത് തന്നെ എല്ലാ ആഴ്ചയും ഓതുന്നത്? ഖുർആനിൽ വേറെ എത്ര ആയത്തുണ്ട്, വേറെ എത്ര സൂറത്തുണ്ട്. ഈ പള്ളിയിലെ 18 കൊല്ലത്തെ ഖത്തീബ് അങ്ങനെ തന്നെ, ഇനി പുതിയ ഖത്തീബ് വന്നാലും അങ്ങനെ തന്നെ. എന്നാ പിന്നെ വേറെ പള്ളി പോയി നോക്കി, അവിടെ അങ്ങനെ തന്നെ. എല്ലാ